അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ഒരു ഡിഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പുതിയ ഡിഷാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതാരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനത് നിങ്ങളും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 ഉള്ളിയാണ്. വലിയ ഉള്ളിയാണെങ്കിൽ ഒരു വലിയ ഉള്ളി മതിയാവും. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ഉള്ളിയായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ഒരിത്തിരി ഇഞ്ചി, ഞാൻ ഇഞ്ചിൻ്റെ അളവ് കുറച്ചിരിക്കുന്നത്. ഇവിടെ ആർക്കും ഇഞ്ചി വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതൊക്കെ ചേർക്കാവുന്നതാണ്. ഒരു പച്ചമുളക്, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി. പിന്നെ ഇത് ചിക്കനാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച ചിക്കനാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണിത്. ഇതിപ്പോൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് സോയാ ബോളും കൂടി ഇട്ട് വേവിക്കുക. അപ്പോൾ അത് ഒരുമിച്ച് വേവിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോയാ ബോളിൽ ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്ക് കടന്നിട്ട് സോയേൻ്റെ ആ ഒരു ചുവ അങ്ങ് മാറിക്കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വേവിച്ചത്. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. ഇതിന് പുറമെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഒഴിക്കാവുന്നതാണ്. കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടി ഇടുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറി. അപ്പോൾ നമ്മളിതിൽ ഒരു പച്ചമുളക് ഇടുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ചെറുതായി അരിഞ്ഞ വലിയ ഉള്ളി ഇതിലേക്ക് ഇടുക. ഈ സമയത്ത് തന്നെ നമുക്ക് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. ഒരിത്തിരി ഇട്ടാൽ മതിയാവും, കാരണം നമ്മൾ ചിക്കനും സോയയിലും ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. എൻ്റെ വീഡിയോ ഷേക്ക് ചെയ്യുന്നുണ്ടാവും. സ്റ്റാൻഡൊന്നും ഇല്ല, കയ്യിൽ പിടിച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഒക്കെ കുറയും. ഒരു സാധാരണ ഫോണിലാണ് എടുക്കുന്നത്. നല്ല ഫോണൊക്കെ ഒന്ന് വാങ്ങണം. അപ്പോൾ ഇപ്പോഴത്തെ ഉള്ളി വേകുന്ന ആ സമയം കൊണ്ട് നമുക്ക് മുട്ട, നമ്മളെടുത്ത ആ ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിയുടെ പച്ചമണം പോകുന്നവരെ വഴറ്റിയാൽ മതിയാവും. ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നമ്മൾ വറവൊക്കെ ഉണ്ടാക്കുമല്ലോ, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഉള്ളി വേവിക്കുന്ന അത്രയും മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇടുക. ആദ്യം തന്നെ ചിക്കൻ അതിലേക്ക് ഇട്ടു. ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണേ. ഇനി ഇതിലേക്ക് വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇടുക. കുറച്ച് മതിയാവും. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ കറിവേപ്പില ഇടുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കുക. നമ്മുടെ ചിക്കൻ മുട്ട സോയാബീൻ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇതൊക്കെ ചേർക്കാവുന്നതാണ്. അത് വറുത്തിടുന്നവർക്ക് വറുത്തിടാം. കടുകൊക്കെ വറുത്തിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇടാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. അല്ലാതെ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.